മോർണിംഗ് ഓൾ. വേൾഡ് ഒപ്റ്റോമെട്രി ഡേ സെലിബ്രേഷൻ 2019 ഭാഗമായി ഇന്ത്യൻ ഒപ്റ്റോമെട്രിസ്റ്റ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന മീറ്റ് ദ മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ പ്രശസ്തമായ മലബാർ ഐ ഹോസ്പിറ്റലാണ്. നമ്മോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ പ്രിൻസ് ഈപ്പൻ. ഗുഡ് മോർണിംഗ് സാർ. ആദ്യം തന്നെ സാറിൻ്റെ കരിയറിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയായിരുന്നു ഈ ഒരു ഒഫ്താൽമോളജി ജേർണി? ഒഫ്താൽമോളജി എൻട്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 97 എയിംസിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 3 വർഷത്തെ PG ട്രെയിനിങ്ങിന് ശേഷം 2000 ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞാൻ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അവിടെ 1 വർഷത്തെ ഫെലോഷിപ്പ് ചെയ്തു. ഫെലോഷിപ്പിന് ശേഷം ഞാൻ അവിടെ തന്നെ മെഡിക്കൽ ഓഫീസറും ലേറ്റർ കൺസൾട്ടൻറ്റുമായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്തു. 2004 ഞാൻ കോയമ്പത്തൂരിലെ ലോട്ടസ് ഐ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഇൻ മെഡിക്കൽ റെറ്റിന ആൻഡ് കാറ്ററാക്ട് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. 2009 വരെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ മലബാർ ഐ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത്. ഡേ ടു ഡേ ഒഫ്താൽമോളജിക് ഫീൽഡിൽ ധാരാളം അപ്ഡേഷൻസും ഡെവലപ്മെൻറ്റ്സും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ ആയാലും സർജറിയിലായാലും ധാരാളം ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അത് എത്രത്തോളം സാറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സാർ ഒന്ന് ഷെയർ ചെയ്യാം. ഡെഫിനറ്റ്ലി ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിപ്പോൾ കാറ്ററാക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും റെറ്റിനയുടെ കാര്യത്തിലാണെങ്കിലും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പണ്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്തിരുന്ന പല എക്യുപ്മെൻറ്റ്സും അല്ല ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാറ്ററാക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ IOL പവർ അക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള IOL മാസ്റ്റർ ഇത് ഒപ്റ്റിക്കൽ ബയോമെട്രി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ IOL കാൽക്കുലേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെറ്റിനയുടെ കാര്യം പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് OCT ആൻജിയോഗ്രാഫി, പിന്നെ ഫണ്ടസ് ഓട്ടോഫ്ലൂറസെൻസ് ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ മൊഡാലിറ്റീസ് നമ്മൾ ഡയഗ്നോസിസിനെയും അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റിനെയും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പേഷ്യൻറ്റിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുമുണ്ട്. സർ ഒരു റെറ്റിന സ്പെഷ്യലിസ്റ്റ് കൂടിയാണല്ലോ. റെറ്റിന ഡയഗ്നോസ്റ്റിക്സിൽ ഒരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ റോൾ എത്രത്തോളം ഉണ്ട്? വളരെയധികം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും എസ്പെഷ്യലി ഇപ്പോൾ ഫണ്ടസ് ഫ്ലൂറസൈൻ ആൻജിയോഗ്രാഫി FFA അല്ലെങ്കിൽ OCT ആൻജിയോ ഇതെല്ലാം ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് തന്നെയാണ്. ഈവൻ നമ്മുടെ ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം റിപ്പോർട്ട് മാത്രമാണ് ഒഫ്താൽമോളജിസ്റ്റ് കാണുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഒപ്റ്റോമെട്രിസ്റ്റ് അതിനകത്തുണ്ട്. കാറ്ററാക്ട് സർജറിക്ക് ശേഷം സെക്കൻഡറി കാറ്ററാക്ട് എന്ന് പറയുന്ന കണ്ടീഷൻ പലപ്പോഴും പേഷ്യൻസ് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല. അപ്പോൾ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന നിലയിൽ അവരെങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായി? സെക്കൻഡറി കാറ്ററാക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡറി കാറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് അഡ്വൈസിന് വരുമ്പോൾ നമുക്കത് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം പലപ്പോഴും ഉണ്ടാകുന്നത് കാറ്ററാക്ട് കഴിഞ്ഞിട്ട് സെക്കൻഡറി കാറ്ററാക്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ പേഷ്യൻസ് കുറച്ച് അപ്സെറ്റ് ആയിരിക്കാം. ഞാൻ സർജറി കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോഴും കാഴ്ച മങ്ങി എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവാം. അപ്പോൾ അത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംഭവമാണ് എന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ പേഷ്യൻസിൻ്റെ പല പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു യാഗ് ലേസർ ക്യാപ്സുലോട്ടമിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യാനായിട്ട് ഹാർഡ്ലി ഒരു 5 മിനിറ്റ് പോലും എടുക്കുന്ന ഒരു പ്രൊസീജിയറല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറിൽ കൂടെ നമുക്കത് പഴയ വിഷൻ റീഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. അത് നമുക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് റിഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒപ്റ്റോമെട്രിസ്റ്റിന് അത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പേഷ്യൻസ് വളരെയധികം ഹാപ്പി ആയിട്ട് ഒരു കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രിവെൻഷൻ ആസച്ച് അങ്ങനെ നമുക്ക് കാര്യമായിട്ട് ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഒരുപാട് ഒപ്റ്റോമെട്രി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഉണ്ട്. കുറേ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുക തന്നെയാണ്. അപ്പോൾ അവർക്കുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനെപ്പറ്റി സാറിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഒപ്റ്റോമെട്രിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെഫിനറ്റ്ലി കുറേ അധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിഫ്രാക്ഷൻ എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്ന് അത് മാറി പല ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്തുണ്ട്. അപ്പോൾ കുട്ടികൾ വരികയും ഓരോരോ സ്പെഷ്യലൈസ് ചെയ്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺടാക്ട് ലെൻസ് അല്ലെങ്കിൽ LVA ക്ലിനിക്, ഒക്കുലർ പ്രോസസ്സ് ഇങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആ കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒപ്റ്റോമെട്രി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ
ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്. സർ, സൺഗ്ലാസസിനെ പറ്റി ജനങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു കോസ്മെറ്റിക് ഫാക്ടർ ആയിട്ടാണ് അവരിപ്പോഴും നോക്കിക്കാണുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് എന്തെല്ലാം നിർദ്ദേശമാണ് സൺഗ്ലാസസിനെ പറ്റി സാറിന് കൊടുക്കാൻ പറ്റുന്നത്? സൺഗ്ലാസസ് ഇപ്പോഴത്തെ കാലത്ത് ഒരു കോസ്മെറ്റിക് ഗ്ലാസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു മെഡിക്കൽ റീസൺസ് എല്ലാം ഉണ്ട്. കാരണം പലപ്പോഴും ഇപ്പോഴത്തെ ഹൈ ഹ്യൂമിഡിറ്റി, ക്ലൈമറ്റ് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ UV പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ്സസ് യൂസ് ചെയ്യുന്നത് എപ്പോഴും കണ്ണിന് നല്ലതാണ്. എസ്പെഷ്യലി ഒരു UVA, UVB ഓൾമോസ്റ്റ് 99% ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ്സസ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ സൺഗ്ലാസിൻ്റെ വേറൊരു ആസ്പെക്ട്, നമുക്ക് സ്പെക്ടക്കിൾ പവർ തന്നെ സൺഗ്ലാസിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് പലർക്കും അറിയില്ല. അപ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ ഗ്ലാസ്സസ് നമുക്ക് സൺഗ്ലാസ് ആണെങ്കിലും അതിൽ നമുക്ക് മയോപിക് അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപിക് പവർ സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ആസ്പെക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഡ്രൈവിങ്ങിൽ പോളറൈസ് സൺഗ്ലാസസ്, ഡ്രൈവിങ്ങിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഗ്ലെയർ എല്ലാം കുറയ്ക്കുന്നതിനായിട്ട് പോളറൈസ് സൺഗ്ലാസസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില സ്പോർട്സ് ഇവൻറ്റ്സിൽ ഷാറ്റർ ചെയ്യാൻ പറ്റാത്ത സൺഗ്ലാസസ്, അപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായാൽ തന്നെ അത് അങ്ങനെയുള്ള സൺഗ്ലാസസ് യൂസ് ചെയ്യാം. അപ്പോൾ സൺഗ്ലാസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോസ്മെറ്റിക് ഗ്ലാസ് അല്ല, അത് ശരിക്കും അതിനൊരു ഡെഫിനറ്റ് റോൾ ഉണ്ട്. അപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് അവരുടെ എന്താണ് സിംറ്റം, അവരുടെ എന്താണ് കംപ്ലയിൻ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ജോബ് ഇതെല്ലാം മനസ്സിലാക്കി നമുക്കതനുസരിച്ച് ഇപ്പോൾ ഒരു സൺഗ്ലാസ് സജസ്റ്റ് ചെയ്യാനും, ഇപ്പോൾ ഡ്രൈവേഴ്സിനാണെങ്കിൽ പോളറൈസ് സൺഗ്ലാസ് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ ആ സ്റ്റേജിൽ തന്നെ പേഷ്യൻ്റ് അങ്ങനെ ഒരു സജഷൻ കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറുടെ ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ അത് പേഷ്യൻറ്റിനെ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുക എന്നുള്ളതാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം എയിംസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജിൽ പഠിക്കാനായിട്ട് സാറിന് ഭാഗ്യം ലഭിച്ചു. അവിടുത്തെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം. എനിക്ക് അവിടുത്തെ 3 വർഷത്തെ ട്രെയിനിങ്ങാണ് ഇപ്പോഴും എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പേര് പറയാൻ 2 ആസ്പെക്റ്റ് ഉണ്ട് അവിടെ. ഒന്ന് അവിടുത്തെ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, 2 അവിടുത്തെ ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് മെത്തേഡ്സ്. എക്സ്പോഷറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ നമുക്ക് പല സ്ഥലത്ത് നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് അവിടുന്ന് കിട്ടിയ എക്സ്പോഷറിനെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു വർഷത്തിൽ 1 or 2 പ്രാവശ്യം കാണുന്ന ഒരു പർട്ടിക്കുലർ കേസ് അവിടെ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു ക്ലിനിക്കിൽ 4 or 5 പേരെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്പോഷർ നമുക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നമ്മുടെ കരിയറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ടീച്ചേഴ്സ്, അവർ ഇന്ത്യയിലെ മാത്രമല്ല വേൾഡിലെ തന്നെ ഏറ്റവും റിനൗൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും നമ്മളെ വളരെയധികം നമ്മുടെ ആ ഔട്ട്ലുക്കിനെ തന്നെ മാറ്റും, നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ 2 ആസ്പെക്റ്റുമാണ് എനിക്ക് എയിംസിനെ പറ്റി പറയാനുള്ളത്. സാറിൻ്റെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഫാമിലി, ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാമോ? എൻ്റെ വൈഫ് ഹോം മേക്കറാണ്. മൂത്ത മോൻ ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, മൂന്നാമത്തെ കുട്ടി 3rd സ്റ്റാൻഡേർഡ്. ഏതൊരു ഒഫ്താൽമോളജിസ്റ്റിനെ നോക്കിയാലും അവർക്കൊരു അരവിന്ദ് ഐ ഹോസ്പിറ്റലായിട്ട് വളരെ നല്ലൊരു ആത്മബന്ധം ഉണ്ടാവും. സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ അവിടെ പഠിച്ചിട്ടുണ്ട്, സാർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ, അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അത് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അരവിന്ദിനെ പറ്റി പറയുമ്പോൾ വളരെ ഹൈ വോളിയം സർജറീസും ഹൈ വോളിയം പേഷ്യൻസും ഉള്ളൊരു സ്ഥലമാണ്. മറ്റ് പല ഹോസ്പിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണവും അവിടെ ചെയ്യുന്ന സർജറി എണ്ണവും വളരെ വളരെ കൂടുതലായിരിക്കും. എന്നാലും എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് അവിടുത്തെ വാച്ച്മാൻ തുടങ്ങി ഡോക്ടേഴ്സ് വരെ എല്ലാവരും വളരെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പെർഫെക്ഷൻ, ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും ഏറ്റവും പെർഫെക്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. വളരെ എത്തിക്കലായിട്ട്, വളരെ എത്തിക്കലായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെ വർക്ക് ചെയ്ത 4 വർഷം എൻ്റെ കരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 വർഷങ്ങൾ തന്നെയാണ്. ഒരു ഒപ്റ്റോമെട്രി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് സാറിന് മുമ്പിലിരിക്കുന്നത്. ഒപ്റ്റോമെട്രിക്ക് അല്ലെങ്കിൽ ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന് എത്രത്തോളം സ്ഥാനം നേത്രപരിചരണ രംഗത്തുണ്ടെന്നാണ് സാർ വിശ്വസിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. മേ ബി ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പോ ഒക്കെ ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്നൊരു ഡോക്ടറെ കാണാനായിരിക്കും. ഡോക്ടർ തന്നെ പേഷ്യൻ്റ് ഹിസ്റ്ററി എടുക്കുന്നു, ഡോക്ടർ തന്നെ എക്സാമിൻ ചെയ്യുന്നു, റിഫ്രാക്ഷൻ ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഒപ്റ്റോമെട്രിസ്റ്റാണ്.
അപ്പോൾ ഒരു പ്രിലിമിനറി ഹിസ്റ്ററി, റിഫ്രാക്ഷൻ, ഈവൻ IOP ഇതെല്ലാം ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റാണ്. അതുപോലെ തന്നെ പലപ്പോഴും പല മേജർ ഹോസ്പിറ്റലിലും പല ക്ലിനിക്കുകൾ, ഫോർ എക്സാമ്പിൾ കോൺടാക്ട് ലെൻസ് ക്ലിനിക് അല്ലെങ്കിൽ LVA ക്ലിനിക്, ഒക്കുലർ പ്രോസസ് ഇതെല്ലാം റൺ ചെയ്യുന്നത് മെയിൻലി ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയിരിക്കും. ഈവൻ നമ്മുടെ പ്രീ ഓപ്പറേറ്റീവ് വർക്കപ്സ്, വെദർ ഇറ്റ്സ് ഫോർ ലാസിക് ഓർ കാറ്ററാക്ട്, അതും മജോറിറ്റി ഓഫ് ദ ടൈം അതെല്ലാം ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റിനെ ആയിരിക്കും. ഒഫ്താൽമോളജിസ്റ്റിന് ഒരു സൂപ്പർവൈസറി റോൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒപ്റ്റോമെട്രിസ്റ്റിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഇപ്പോഴത്തെ ഒഫ്താൽ പ്രാക്ടീസിലുണ്ട്. ഒഫ്താൽമോളജി പ്രാക്ടീസ് തുടങ്ങിയത് ഒരു 2000 സമയത്തായിരുന്നല്ലോ. അന്ന് കണ്ട ഒപ്റ്റോമെട്രി ഫീൽഡും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒപ്റ്റോമെട്രി ഫീൽഡ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 2000 ഞാൻ അരവിന്ദിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒപ്റ്റോമെട്രിസ്റ്റിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും ഒരു റോൾ ഉണ്ടായിരുന്നില്ല. മെയിൻലി അവർ റിഫ്രാക്ഷൻ ചെയ്യുമായിരുന്നു. വേറെ ഒരു പലപ്പോഴും ഞങ്ങൾ ഈവൻ സ്കാൻ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ് തന്നെയായിരുന്നു. ഈവൻ കോൺടാക്ട് ലെൻസ് ക്ലിനിക്കിലും ഡോക്ടേഴ്സ് ആയിരുന്നു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റാണ് കൂടുതലായിട്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 95% സ്ഥലത്തും ഒപ്റ്റോമെട്രിസ്റ്റ് തന്നെയാണ് സ്കാൻ, കോൺടാക്ട് ലെൻസ്, LVA ക്ലിനിക് ഇതെല്ലാം റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 2000 റെറ്റിനൽ പ്രൊസീജിയേഴ്സ്, എസ്പെഷ്യലി ഫ്ലൂറസിൻ ആൻജിയോഗ്രാഫി, OCT ഇതെല്ലാം ഡോക്ടേഴ്സ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പ്രോബ്ലി ആ സമയത്താണ് അത് വന്നു തുടങ്ങി, ആ മെഷീനെല്ലാം വന്നു തുടങ്ങിയത് ഏകദേശം ആ സമയത്ത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അന്ന് ഡോക്ടേഴ്സ് അത് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സിസ്റ്റം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ റെറ്റിനൽ ഡയഗ്നോസ്റ്റിക്സ് മെയിൻലി ഒപ്റ്റോമെട്രിസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് റെറ്റിനൽ ഡയഗ്നോസ്റ്റിക്സിലാണ് കൂടുതലായിട്ടും ഒരു ചേഞ്ചസ് വന്നിട്ടുള്ളത് അന്നത്തെയും ഇന്നത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സാർ ICL സർജറി ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാണല്ലോ, അപ്പോൾ ആ ഒരു ICL സർജറിയെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 18 ഇയേഴ്സിന് ശേഷം പവർ സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്ക് ലാസിക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പിലാസിക് ചെയ്യാൻ പറ്റും. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ലാസിക്കോ എപ്പിലാസിക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അത് പവർ വളരെ ഹൈ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോർണിയയുടെ തിക്നെസ് അഡിക്വേറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ICL എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അത് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു ലാസിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ലാസിക് ഒരു ഇറിവേഴ്സിബിൾ പ്രൊസീജിയറാണ്. നമ്മളതിനകത്ത് ഒരു ലേസർ ഉപയോഗിച്ച് ഒരു കോർണിയൽ ടിഷ്യൂ അബ്ലേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. വേറെ ICLനകത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു ലെൻസ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ലെൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് പഴയ വിഷൻ തിരിച്ച് കിട്ടുന്നുണ്ട്, ഗ്ലാസ് വെക്കണമെന്ന് മാത്രം. പക്ഷേ ആ ഒരു ഓപ്ഷൻ ലാസിക്കിലില്ല. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ലാസിക്കിനേക്കാളും വളരെ നല്ലൊരു പ്രൊസീജിയർ ICL ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രോബ്ലി ആ കോസ്റ്റ് ഫാക്ടർ ആയിരിക്കാം ICLന് അത്രത്തോളം ഒരു അക്സെപ്റ്റൻസ് കുറച്ച് കുറയാനുള്ളൊരു പോസിബിലിറ്റി. അല്ലെങ്കിൽ എനിക്ക് ലാസിക്കിനേക്കാൾ വളരെ നല്ലൊരു പ്രൊസീജിയർ ICL ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാറിനെ കുറിച്ച് കേട്ടപ്പോഴൊക്കെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് സാർ മെഡിക്കൽ എത്തിക്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്നാണ്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാമോ? ഒരു ഡോക്ടർ എന്ന നിലയിൽ മെഡിക്കൽ എത്തിക്സ് പാലിക്കുക എന്ന് പറയുന്നത് അത് നാച്ചുറലായിട്ട് ഒരു ഡോക്ടർക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതൊരു പ്രത്യേകിച്ചൊരു ആഡഡ് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് കാണാൻ വരുമ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് സിൻസിയറായിട്ടുള്ളൊരു ഒപ്പീനിയനാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒപ്പീനിയൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വേറൊരു കൺസിഡറേഷൻസും ഉണ്ടാവാൻ പാടില്ല. പേഷ്യൻ്റ് എന്താണ് ഡയഗ്നോസിസ്, അതിനെന്താണ് ട്രീറ്റ്മെൻറ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറൊരു പേഷ്യൻ്റ് ഒരു റോങ് ഇൻഫർമേഷൻ കൊടുത്ത് പേഷ്യൻറ്റിനെ കൊണ്ടൊരു പ്രൊസീജിയർ ചെയ്യിക്കുന്ന രീതി ശരിയായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് എത്തിക്സ് ഫോളോ ചെയ്യുക എന്നുള്ളത് നാച്ചുറലായിട്ട് എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നൊരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഈ ഒരു ഒഫ്താൽമോളജി ലൈഫിലെ മറക്കാനാവാത്ത ഒരു അനുഭവം ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമോ? മറക്കാനാവാത്ത പല അനുഭവങ്ങളുണ്ട്. എന്നാലും ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേഷ്യൻ്റ്, അദ്ദേഹത്തിൻ്റെ 2 കണ്ണും മൾട്ടിപ്പിൾ റെറ്റിനൽ സർജറീസും കാറ്ററാക്ട് സർജറിയും കഴിഞ്ഞിട്ടുണ്ട്. ഒരു കണ്ണിൽ മാത്രമേ വിഷനുള്ളൂ, മറ്റേ കണ്ണിൽ വിഷൻ തീരെ ഇല്ലായിരുന്നു. ആ ഉള്ള കണ്ണിൽ തന്നെ വളരെ കുറച്ച് 6/60 വിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കണ്ണിൽ അദ്ദേഹത്തിന്
ഒരു ആഫ്റ്റർ കാറ്ററാക്ട് ഡെവലപ്പ് ചെയ്ത് വിഷൻ വളരെ കുറഞ്ഞു, ഹാൻഡ് മൂവ്മെൻറ്റ്സ് വിഷനായി. അപ്പോൾ അദ്ദേഹം വളരെ അപ്സെറ്റായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ എന്നൊരു കൺഫ്യൂഷൻ. പേഷ്യൻ്റ് വന്നു, അപ്പോൾ ആഫ്റ്റർ കാറ്ററാക്ട് ഉണ്ട്, അപ്പോൾ റെറ്റിനൽ സർജന് അതിനകത്ത് യാഗ് ലേസർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഓൾറെഡി 2 പ്രാവശ്യം റെറ്റിനൽ സർജറി കഴിഞ്ഞു. അപ്പോൾ യാഗ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റെറ്റിനൽ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ എന്നൊരു സംശയത്തിനാൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ പേഷ്യൻ്റിന് ഒരു PC പോളിഷിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോയി അത് ചെയ്തു. വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് പേഷ്യൻ്റ് വന്നപ്പോൾ പേഷ്യൻറ്റിൻ്റെ ആ സന്തോഷവും ആ നന്ദിപ്രകടനവും എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അദ്ദേഹത്തിന് കിട്ടിയ കാഴ്ച, തിരിച്ച് കിട്ടിയ കാഴ്ച 6/60 മാത്രമേ, ഫസ്റ്റ് ലൈൻ മാത്രമേ വായിക്കാൻ പറ്റുന്നുള്ളൂ. എങ്കിൽ കൂടി അദ്ദേഹം കാണിച്ച ആ സന്തോഷം അതെന്നെ ഒരു കാര്യം പഠിപ്പിച്ചത്, എപ്പോഴും നമുക്ക് 6/6 വിഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈവൻ അദ്ദേഹത്തെ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ സംബന്ധിച്ചോളം 6/60 വിഷൻ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷനാണ്. അപ്പോൾ അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എനിക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു അത്. പിന്നെ വേറെ പലപ്പോഴും നമ്മൾ സർജറി എല്ലാം ചെയ്ത് 6/6 കിട്ടിയ പേഷ്യൻസ് പോലും അൺഹാപ്പി ആയിട്ട് ചിലപ്പോൾ പെരുമാറുമ്പോൾ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ചിലപ്പോൾ ചിന്തിച്ച് പോകാറുണ്ട്. അപ്പോൾ വിഷൻ, ഈവൻ ചെറിയൊരു വിഷൻ ഇമ്പ്രൂവ്മെൻറ്റ് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ഫുൾ വിഷൻ അല്ല മാക്സിമം 100% വിഷൻ വേണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. അത് ഒരു വ്യക്തിക്കും അവരുടെ ആവശ്യത്തിനുള്ള വിഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ പർട്ടിക്കുലർ ആൾക്ക് 6/60 വിഷൻ പോലും വളരെയധികം സന്തോഷം നൽകിയൊരു കാര്യമായിരുന്നു. ഇന്ന് OPയിൽ കൂടുതലായി കണ്ടുവന്ന ഒരു ഡിസീസാണ് റെറ്റിനൽ ഡിസീസസ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ജനങ്ങളിൽ ഇപ്പോഴും ഒരു മടി അല്ലെങ്കിൽ ഒരു പേടി അവരിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏർലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ സാറിന് അവരോട് പറയാനുള്ള പ്രിവെൻഷൻ, ഈ റെറ്റിനൽ ഡിസോർഡേഴ്സിനുള്ള പ്രിവെൻഷൻ, അതൊന്ന് പറയാമോ? ഇപ്പോൾ ഒഫ്താൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. അതിനകത്ത് ഒരു ഒഫ്താൽമോളജിസ്റ്റ് മാത്രം വിചാരിച്ചാലോ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് മാത്രം വിചാരിച്ചാലോ പലതും നടന്നു വരില്ല. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ കാര്യങ്ങൾ പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുതന്നെയാണ് ഈ റെറ്റിനൽ ലേസറിൻ്റെ കാര്യത്തിലും വരുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള പേഷ്യൻ്റ് ഒരു റെറ്റിനൽ ലേസർ അല്ലെങ്കിൽ ആൻറ്റി-VEGF ഇഞ്ചക്ഷൻ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഡെഫിനറ്റ്ലി ഇനീഷ്യലി ഒരു ഹെസിറ്റേഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പം ഈ പേഷ്യൻറ്റിനെ ഫസ്റ്റ് ടൈം കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇതിന് ചിലപ്പോൾ ലേസർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നേക്കാം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ഡോക്ടർ പറയുന്നതായിരിക്കും എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒഫ്താൽമോളജിസ്റ്റിനെ കാണുമ്പോൾ അത് വീണ്ടും പറയാൻ കുറച്ചുകൂടി ഈസിയും അത് പേഷ്യൻ്റ് കുറച്ചുകൂടി കൺവിൻസ്ഡ് ആകാനുള്ളൊരു ചാൻസും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒപ്റ്റോമെട്രിസ്റ്റിന് ഇങ്ങനെയുള്ള പേഷ്യൻസ് ഡയബറ്റിക് റെറ്റിനോപ്പതി ലേസർ അല്ലെങ്കിൽ ആൻറ്റി-VEGFന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ് വരുമ്പോൾ വളരെ അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. പലർക്കും അവയർനെസ് ഇല്ല. എല്ലാവരും പറയും ഞങ്ങൾ കണ്ണിന് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും ചോദിക്കും, പറയുന്നത് എന്താണ് ഇത്ര ലേറ്റ് ആയിട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് കണ്ണിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നുള്ള ഒരു ആൻസറാണ് കിട്ടുന്നത്. പക്ഷേ ഡയബറ്റിസ്, ഞങ്ങൾ എല്ലാ മാസവും ഡയബറ്റിസ് ചെക്ക് ചെയ്യും, എല്ലാ മാസവും ബ്ലഡ് ഷുഗർ നോക്കും, മരുന്ന് കഴിക്കും. പക്ഷെ കണ്ണ് നോക്കണം എന്നുള്ളൊരു അവയർനെസ് അവർക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു അവയർനെസ് ഉണ്ടായൊക്കെ തന്നെ, അല്ലെങ്കിൽ ഡയബറ്റീസുള്ള എല്ലാവരും വർഷത്തിൽ ഒരു പ്രാവശ്യം കണ്ണ് ടെസ്റ്റ് ചെയ്തിരിക്കണം. നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ടെസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഏർലി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏർലി ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഡയബറ്റിസ് കാറ്ററാക്ട് പോലെയല്ല. ഡയബറ്റിസിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള വിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അല്ലാതെ പോയ വിഷൻ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിഷൻ പോകാതെ നോക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ പോകാതെ നോക്കണമെങ്കിൽ നമുക്ക് ഏർലിയസ്റ്റ് ആയിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റണം, ഏർലിയസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം വിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് വേറൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം വിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആൻറ്റി-VEGF ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, പേഷ്യൻറ്റ് ഷുഗർ വീണ്ടും 300 അല്ലെങ്കിൽ 400 അൺകൺട്രോൾഡ് ഡയബറ്റിസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത ഈ ട്രീറ്റ്മെൻറ്റ് കാര്യമായ ബെനിഫിറ്റ് ഉണ്ടാവില്ല, വീണ്ടും വിഷൻ കുറയും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് ഏർലി ഡയഗ്നോസിസ് കറക്റ്റ് ടൈമിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക, അതോടൊപ്പം പേഷ്യൻ്റെ അടുത്ത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഡയബറ്റിക് റെറ്റിനോപ്പതി കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. താങ്ക് യു സർ ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് അസ്. ഒരു ഒഫ്താൽമോളജിസ്റ്റ് എന്ന നിലയിൽ സർ ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.